ഹായ് ഹലോ, ഞാനൊരു പുതിയ ഹോബി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്ലേ ക്രാഫ്റ്റ്സ്. ഈ ക്ലേ ചെയ്യണം എന്നുള്ളത് കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് ഈ ട്രിങ്കറ്റ് ട്രേസ് എല്ലാം. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തതെല്ലാം ട്രിങ്കറ്റ് ട്രേസ് ആണ്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോവും ഒരു ട്രേ ആണ്. ദാറ്റ് ഈസ് ഒരു സ്ട്രോബെറി ഷേപ്പിൽ വരുന്ന ട്രിങ്കറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആണ്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്ലേ ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോസൺ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ്. സോ ഇതിൻ്റെ ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് തന്നെ ഞാൻ ഈ നോർമൽ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ടൂൾസ് ആയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള നോർമൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പോൺ ഫോൾഡർ, അതുപോലെ തന്നെ ഡീറ്റെയിൽ നൈഫ്, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ ഫോക്ക്, സ്കോറിംഗ് ടൂള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ട്രൈ ചെയ്യില്ല. അപ്പോൾ പിന്നീട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ നല്ലോണം നീഡ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് കുറച്ച് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, നല്ല ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്ടർ ഡ്രോപ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ല വൃത്തിയിൽ നല്ലോണം നീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നല്ല സോഫ്റ്റായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പത്തിരിയൊക്കെ പരത്തും പോലെ തന്നെ ജസ്റ്റ് ഞാനിവിടെ ഒരു PVCൻ്റെ ഇത് കോയിലെടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. ഒരു നമുക്ക് വേണ്ട ഒരു സൈസിലാവും വിധത്തിൽ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുത്തതിന് ശേഷം സ്ട്രോബെറി ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഡീറ്റെയിൽ നൈഫ് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക, മറ്റേ പീസ് ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ജസ്റ്റ് വാട്ടർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊടുക്കുക. സോ ദാറ്റ് അതിവിടെ ഒരു സ്മൂത്ത് ടെക്സ്ചർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ഞാൻ ബോൺ ഫോൾഡർ വെച്ചിട്ടും ഒന്ന് സൈഡ്സ് എല്ലാം ഇതുപോലെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ മാറ്റി വെക്കാം. ശേഷം ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഒരു സ്ട്രോബെറി കവർ ചെയ്യാൻ പറ്റുന്ന സൈസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ ചെയ്ത് വെച്ച ഈ PVCനെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ജസ്റ്റ് എടുത്താൽ മതി, കാണിച്ചു തരുന്ന പത്രം മതി. എന്നിട്ട് അതിൽ കാണുന്ന ഒരു വര കാണുന്നുണ്ടല്ലോ, അതൊരു ക്രാക്ക് വന്നിട്ടുള്ള ആ ക്രാക്ക് നമുക്ക് വാട്ടർ ഡ്രോപ്സ് വെച്ചിട്ട് ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. എല്ലാ ബ്രഷ് യൂസ് ചെയ്തിട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ അത് പോകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിനെ നേരത്തെ ചെയ്ത് വെച്ച ആ സ്ട്രോബെറിൻ്റെ സൈഡിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഇതിനെ പുറത്തേക്കാവുന്ന രീതിയിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ സൈസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ ഡീറ്റെയിൽ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. എക്സാക്ട് സൈസ് എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്യണം. അതിനെ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അത് വൃത്തിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലെ ഒരു ചെറിയ പീസ് ഓഫ് ക്ലേ ആഡ് ചെയ്തിട്ട് സ്കോറിംഗ് ടൂൾ വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ആവുന്ന രീതിയിൽ, അതിന് സിങ്ക് ആവുന്ന രീതിയിലായിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം ഒരു വാട്ടർ ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് ബോൺ ഫോൾഡർ യൂസ് ചെയ്തിട്ടാണ് ഞാനിതിനെ സ്മൂത്ത് ആക്കിയിട്ട് അതൊരു സെയിം സൈസാക്കി എടുക്കുന്നത്. എന്നിട്ട് ക്രാക്കിലുള്ളടത്തൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ടേബിളിൽ ഒരു പരിവായിട്ടുണ്ട്. ജസ്റ്റ് വാട്ടർ സ്പ്ലാഷ് ചെയ്താൽ മതി. അപ്പോഴേക്കും തന്നെ അത് ജസ്റ്റ് ഒരു ക്ലോത്ത് യൂസ് ചെയ്താൽ പോകുന്നതായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രോബെറീൻ്റെ ഒരു ലീഫി പാർട്ട് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഞാൻ ചെറിയ പീസ് ഓഫ് ക്ലേ എടുത്തിട്ട് നന്നായിട്ട് നീഡ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്, ക്രാക്സ് ഒന്നും ഇല്ലാണ്ട്. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഒരു ബോക്സ് യൂസ് ചെയ്തിട്ട് അതിനെ നല്ലോണം ഫ്ലാറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മേലെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഞാൻ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ കട്ട് ചെയ്തതൊന്നും ഒരു വൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ മാക്സിമം എങ്ങനെയൊക്കെ രീതിയിൽ പെർഫെക്ഷൻ ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് വാട്ടർ സ്പ്ലാഷ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അതിനൊരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് അത് ഇതിൻ്റെ മേലെ തന്നെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത്രേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ പെയിൻറ്റിങ് പാർട്ടാണ്. ഇതിന് നമുക്കൊന്ന് കളർ അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അതിന് ഞാൻ സ്ട്രോബെറീൻ്റെ ഷെയ്ഡ് വരാവുന്ന രീതിയിൽ റെഡും പിങ്കും എല്ലാത്തൊരു ഷെയ്ഡാക്കിയിട്ടായിരുന്നു വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കംപ്ലീറ്റ്ലി പിങ്ക് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കത് കിട്ടിയത് പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ്. സോ അത് നമുക്ക് മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മേലെയുള്ള പാർട്ട് നമുക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഞാനിവിടെ നോർമൽ നമ്മളെ ക്യാമലിൻ്റെ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇഫ് നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ. ഒരു ഫിനിഷിംഗ് കിട്ടാൻ നിങ്ങൾക്ക് വാർണിഷ്, ഫെവിക്കോൾ, റെസിൻ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് റെസിനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.